കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. അവൻ ചെന്ന് ദൈവകൃപ സന്തോഷിച്ച് എല്ലാവരും നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കത്തക്കവണ്ണം പ്രബോധിപ്പിച്ചു. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ വേദ പുസ്തകങ്ങളിൽ ചരിത്ര പുസ്തകമായി ഇതിനെ വേദ പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആദർശപരമായി പറയുന്ന വചനമാണ് ഇവിടെ പറയുന്നത്. അവൻ ചെന്ന് ദൈവകൃപ സന്തോഷിച്ച് എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. പൗലോസ് എല്ലാവരോടും ചേർന്ന് പറയുകയാണ്, ദൈവകൃപയാൽ നിങ്ങൾ സന്തോഷിച്ച് എല്ലാവരും ഹൃദയനിർണയത്തോട്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ പകരുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ തക്കവണ്ണം നാം തീർച്ചയായും ദൈവകൃപയിൽ നമ്മൾ ആശ്രയിച്ച് നിർണയപ്രകാരം നമ്മൾ തീരുമാനമെടുത്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൽ നിന്നുള്ളതായ സന്തോഷം നമ്മുടെ ജീവിതത്തിനകത്ത് പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതോടൊപ്പം കർത്താവായ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവിനോട് ചേർന്ന് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് പൗലോസ് തൻ്റെ സഭകളോട് പ്രബോധിപ്പിക്കുന്ന വചനമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നാം കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടും സന്തോഷത്തോടും നമ്മളായി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും ദൈവകൃപയാൽ നമുക്ക് മുന്നേറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവകൃപ പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് സന്തോഷമുണ്ടാകുവാനിടയായിത്തീരും. ആ കൃപ സൗജന്യമായ ഒരു കൃപയാണ് കർത്താവ് നമുക്ക് തരുന്നത്. ആ കൃപ നൽകപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം പറയുന്നു, അതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉള്ളതായ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ തുണയായി മാറുന്നു. ഇന്ന് ദൈവ പൈതലെ, കർത്താവായ യേശുവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ പ്രാർത്ഥന നമുക്കൊരു തുണയായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ദിനങ്ങളിൽ ദൈവകൃപയാൽ പ്രാർത്ഥനയുള്ളതായ ജീവിതമായി മാറുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകുവാനിടയായിത്തീരും. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും. അപ്പോൾ പലരാലും എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ ദൈവത്തോട് കർത്താവാ ദൈവമേ,
ദൈവകൃപയാൽ എന്നെ നിർത്തുമാറാകണമേ. അങ്ങ് ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ പകരുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പലരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തുണയായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ ജീവിത മേഖലകളിൽ വലിയൊരു അനുഗ്രഹമായി മാറുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ ലളിതമായ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം പ്രാപ്തരായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ കർത്താവിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. 1 പത്രോസ് 5:5 പറയുന്നു, ഇളയവരെ മൂപ്പന്മാർ കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവീൻ. ദൈവം നികളിലൂടെ എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതെ, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ഒരു കർത്താവായ ദൈവമാണ് നാം. ദൈവസന്നിധിയിൽ ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ മുന്നേറുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ പറ, കർത്താവാ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് വലിയവ ചെയ്യുമാറാകണമേ. ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, കൃപയാൽ വർദ്ധിച്ചു വരുവാൻ എൻ്റെ ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ പകരുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപ നമ്മുടെ മേൽ പകരും. ഈ തിരുവചനങ്ങളാൽ കർത്താവായ ദൈവം നമ്മൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.